വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അദ്ദേഹം അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തിരുത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. തെറ്റ് മനസ്സിലായി ഒരു പ്രിയ സുഹൃത്തായി അസ്ലം മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു അർത്ഥത്തിലും ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത്. തെറ്റുപറ്റാത്ത ആരുമില്ല. തിരുവമ്പാടി എം.എൽ.എ. ലിൻഡോ ജോസഫിനെതിരെയാണ് ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ട് പുത്തൂർമഠം സ്വദേശി മുഹമ്മദ് അസ്ലം സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ കമന്റ് ഇട്ടത്. എന്നാൽ ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമുയർന്നു. വിഷയത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉൾപ്പെടെയുള്ളവർ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. ട്യൂമർ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ ബിജു എന്ന ചെറുപ്പക്കാരനെ അടിയന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പെരുന്നാൾ ദിനത്തിൽ ആംബുലൻസ് ഡ്രൈവറെ ലഭിക്കാതെ വന്നപ്പോൾ സ്വയം ഡ്രൈവർ ആവുകയായിരുന്നു ലിൻഡോ. ഇതിനിടയിൽ ടിപ്പർ ലോറി ഇടിച്ച് അപകടം പറ്റിയാണ് ലിൻഡോ ജോസഫിന്റെ കാലിന് ചലന വൈകല്യം സംഭവിക്കുന്നതെന്നും വസീഫ് ഓർമ്മപ്പെടുത്തി. അപകടത്തിന് മുൻപ് കേരളത്തിലെ മികച്ച അത്ലറ്റുകളിൽ ഒരാളായിരുന്നു ലിൻഡോ ജോസഫ്. തിരുവമ്പാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. കോഴിക്കോട് പുത്തൂർമഠം സ്വദേശി മുഹമ്മദ് അസ്ലമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ തന്നോട് ക്ഷമ പറഞ്ഞ സാഹചര്യത്തിൽ കേസ് പിൻവലിക്കുകയാണെന്ന് എം.എൽ.എ. അറിയിച്ചു. പ്രിയപ്പെട്ട മുഹമ്മദ് അസ്ലം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അസ്ലം പറഞ്ഞ് അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അദ്ദേഹം അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റുപറ്റാത്തവരായ ആരുമില്ല. മഹാനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തതായി നവജാത ശിശുക്കൾക്കും മൃതശരീരത്തിനും മാത്രമേ തെറ്റുപറ്റാത്തുള്ളൂ. തെറ്റുപറ്റിയ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറെ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത കുറെ ആളുകൾ ഇത് ഫേക്കാണ്, അങ്ങനെ ആളെ ഇല്ല, എം.എൽ.എക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ആളുകളും ഇതിന്റെ സത്യാവസ്ഥയൊന്നും അറിയാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് ഇന്നലെ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് അസ്ലമിനെ വിളിച്ചു വരുത്തേണ്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ വരില്ലായിരുന്നു. ഞാൻ അസ്ലമായിട്ട് സംസാരിക്കാൻ എനിക്ക് പരാതിയില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചു. തിരുത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അസ്ലമിനെ കാര്യം ബോധ്യപ്പെട്ടു എന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കത്തിനോ ഇതിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവസാനിപ്പിക്കണം. പല ആളുകളും പല കാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇറക്കുന്ന സ്ഥിതിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക. അസ്ലമിന് കാര്യം ബോധ്യപ്പെട്ടു, തെറ്റ് മനസ്സിലായി ഒരു പ്രിയ സുഹൃത്തായി അസ്ലം മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു അർത്ഥത്തിലും ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത്. തെറ്റുപറ്റാത്ത ആരുമില്ല. എനിക്കും പറ്റും. അത് തിരുത്താനുള്ള സന്മനസ് കാണിച്ചു എന്നുള്ളതാണ്. അതിൽ വലിയ അഭിമാനം, വളരെ സന്തോഷം. ഒരു നല്ല മനുഷ്യനായി കൂടുതൽ നവീകരിക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ ശ്രമിക്കൂ. തെറ്റുപറ്റിപ്പോയി. അതിനെക്കൊണ്ട് എനിക്ക് തെറ്റാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ച് എം.എൽ.എ. ഇന്നലെ വിളിച്ചിരുന്നു. എം.എൽ.എയും പരാതി പിൻവലിക്കാൻ എന്നോട് ശ്രമിച്ചു. ഇരുവരും സൗഹൃദം പങ്കിട്ട് ചായ കുടിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത്. എം.എം. രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.